2006 ടോട്ടൽ മൊബൈൽ ഫോണിൻ്റെ സെയിൽസിൻ്റെ 50% നോക്കിയയുടെ കയ്യിലായിരുന്നു. 2007 ഐഫോൺ അവരുടെ ഒരു പുതിയ മോഡൽ ഇറക്കിയ സമയത്ത് നോക്കിയയുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആ ഒരു ചേഞ്ചിനെ, ആ ഒരു പുതിയ ഇന്നോവേറ്റീവ് ഐഡിയനെ കളിയാക്കാണ് ചെയ്തത്. ആ ഐഫോണിനെ അവരൊരു കളിപ്പാട്ടമാണ്, അതിൽ കീബോർഡില്ല, ആളുകൾ ഇതൊന്നും വാങ്ങിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കി. അവരുടെ മൊബൈൽ ഹാർഡ്വെയർ സിസ്റ്റത്തിനെ എക്സാക്ട്ലി അതാണ് ബെസ്റ്റ് ഇന്നോവേറ്റീവ് ടെക്നോളജി എന്നവർ വിചാരിച്ച് അതേ സിസ്റ്റത്തിൽ ആ പുതിയ ചേഞ്ചിനെ അക്കോമഡേറ്റ് ചെയ്യാതെ, ആ പുതിയ ചേഞ്ചിനെ ഇന്നോവേറ്റീവ് ഐഡിയനെ അവരുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാതെ സെയിം ഹാർഡ്വെയർ സെറ്റപ്പിൽ എക്സ്പേർട്ട് ബയസ് കാരണം അവർ കണ്ടിന്യൂ ചെയ്തു പോയി. അതിനുശേഷം നോക്കിയ എന്ന് പറയുന്ന എൻറ്റയർ മൊബൈൽ ജയൻറ്റിന്, ടെക് ജയൻറ്റിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് നോക്കിയ എന്ന് പറയുന്ന ഒരു ടെക് ജയൻറ്റിൻ്റെയോ ഒരു മൊബൈൽ ഹാർഡ്വെയർ ജയൻറ്റിൻ്റെയോ കേസ് മാത്രമല്ല. ഇതിന് നമുക്ക് നമ്മളുടെ പേഴ്സണൽ ലൈഫിലേക്കും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആശയമാണ്. നമ്മൾ എത്രത്തോളം പുതിയൊരു മാറ്റത്തിനെയോ ഒരു ചേഞ്ചിനെയോ അക്സെപ്റ്റ് ചെയ്യാനോ അഡാപ്റ്റ് ചെയ്യാനോ മടിക്കുന്നു, അത്രത്തോളം നമുക്ക് ഫെയിലിയർ ആവാനും നമ്മൾ ലൈഫിൽ സ്ട്രെസ്ഡ് ആവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഏറ്റവും കൂടുതൽ ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് മാറുന്ന ആളുകളാണ് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു 10 വർഷമായിട്ട് ഒരു സെയിം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് വിചാരിക്കാം. ആ ജോലിയിൽ നിങ്ങൾ മാസ്റ്ററാണ്, നിങ്ങൾ എക്സ്പെർട്ടാണ്. വൺ ഫൈൻ മോർണിംഗ് നിങ്ങളുടെ ബോസ് നിങ്ങൾക്ക് ഒരു പുതിയ ടെക്നിക്ക്, AI വെച്ചിട്ട് ഒരു പുതിയ ടെക്നിക്സ് സജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഒരുപാട് ആൾക്കാർ ആ ഒരു പെർട്ടിക്കുലർ മാറ്റത്തിനെ നെഗറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ടാവും അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക. ഞാൻ ചെയ്യുന്നത് തന്നെയാണ് കറക്റ്റ്, ഇപ്പോൾ ഒരു പുതിയ സിസ്റ്റത്തിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ള രീതിയിലായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. അവിടെയാണ് ആക്ച്വലി തെറ്റ് സംഭവിക്കുന്നത്. നമ്മളുടെ ഒരു എക്സ്പേർട്ട് മൈൻഡ് സെറ്റിനെ ബയസ്ഡ് മൈൻഡ് സെറ്റായി കൺസിഡർ ചെയ്ത് ഒരു പുതിയ ചേഞ്ച് കൊണ്ടുവരുന്ന സമയത്ത് ആ ചേഞ്ചിനെ നമ്മൾ എംബ്രേസ് ചെയ്യാൻ നോക്കണം. ആ ചേഞ്ചിനെ നമ്മുടെ വർക്കിലേക്ക് എങ്ങനെ അഡാപ്റ്റ് ചെയ്ത് നമ്മളുടെ വർക്ക് കുറച്ചുകൂടി ഈസി ആക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാൻ. സെക്കൻഡ് തിങ്, യൂഷ്വലി നമ്മൾ പാരൻസിലൊക്കെ കണ്ടുവരുന്നൊരു മൈൻഡ് സെറ്റാണ്. കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ കമാൻഡ് ചെയ്ത് അത് ചെയ്യണം എന്നുള്ള രീതിയിൽ സ്ട്രിക്റ്റായി പറഞ്ഞ കമാൻഡീവ് മൈൻഡ് സെറ്റിൽ മുന്നോട്ട് പോയി ആ കുഞ്ഞ് വളർന്ന് വലുതായി സ്വന്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനുള്ള സിറ്റുവേഷൻ ആയാലും ദാറ്റ് കമാൻഡീവ് മൈൻഡ് സെറ്റ് മുന്നോട്ട് കൊണ്ടുപോകും. അവിടെ ആക്ച്വലി പാരൻസ് ഒരു കമാൻഡിങ് മൈൻഡ് സെറ്റിലല്ല മുന്നോട്ട് പോകേണ്ടത്, ഒരു കൺസൾട്ടൻ്റായിട്ട് ആക്ട് ചെയ്യണം. സജഷൻസ് കൊടുത്ത് ഇൻസ്റ്റെഡ് ഓഫ് കമാൻഡ് കൺസൾട്ട് ചെയ്യണം ഓരോ സിറ്റുവേഷനെയും. ഫൈനലി നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, നമ്മളുടെ വീട്ടിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു പുതിയ ഫുഡ് ഹാബിറ്റിനെ പറ്റി, ഒരു പുതിയ ഫുഡിനെ പറ്റി അവരോട് പറയുകയാണെങ്കിൽ അവർ ചിലപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാറുണ്ട്. എൻ്റെ അച്ഛനും അച്ഛമ്മയൊക്കെ ഇതേ ഫുഡ് കഴിച്ചിട്ടാണ് ഇത്രയും കാലം ജീവിച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ഈ ഫുഡിന് ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വളരെ ശാസ്ത്രീയപരമായി ചിലപ്പോൾ പഠിച്ചിട്ടായിരിക്കും ഈ ഓയിൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല, ഇത്ര കണ്ടൻറ്റ് യൂസ് ചെയ്യാൻ പാടില്ല, ഇത് കാർബോഹൈഡ്രേറ്റ് ആണ്, ഇത് കഴിച്ചിട്ടൊന്നും കിട്ടുന്നില്ല, നിങ്ങൾ പ്രോട്ടീൻ കൂടുതൽ കൺസ്യൂം ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ പ്രായമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ട്രഡീഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ബയസ്ഡ് മൈൻഡ് സെറ്റ് കാരണം അത് പലപ്പോഴും ആ ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യാറില്ല. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന UPI, ഫോൺ പേ, ഗൂഗിൾ പേ ഒക്കെ വെച്ചിട്ടുള്ള ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ് ഏറ്റവും വലിയ റെവല്യൂഷൻ. ഏറ്റവും ആദ്യമായിട്ട് ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എതിർത്ത ആളുകളാണ് ഇപ്പോൾ അത് അടിപൊളിയായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു. നമ്മൾ കയ്യിൽ പൈസ വയ്ക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്, കയ്യിൽ ഹാർഡ് ക്യാഷ് ആയിട്ട് കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ബെറ്റർ, നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിലുള്ള പൈസ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടോ, സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ അവർ ഭയങ്കരമായിട്ട് ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ടെക്നോളജി അത് കൊണ്ടുവന്ന് നമ്മളുടെ ആ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻസിനെ ഈസാക്കിയ സമയത്ത് എല്ലാവരും ആ ടെക്നോളജിയിലേക്ക് അഡാപ്റ്റായി, നമ്മളെല്ലാവരും അതിൽ യൂസ്ഡായി, നമ്മളെല്ലാവരും കൺവീനിയൻ്റ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു ടൈം പീരീഡിൽ എൻറ്റയർ എവല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഓരോ ടൈമിലും ഓരോ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും, പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ആ മാറ്റങ്ങളെ നമ്മൾ എത്രത്തോളം പോസിറ്റീവായി എംബ്രേസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ സർവൈവലിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടർ. ഇൻട്രസ്റ്റിംഗ്ലി നമ്മളുടെ ബ്രെയിനിനകത്ത് നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്തോ പുതിയ മാറ്റങ്ങളെ എംബ്രേസ് ചെയ്യുന്ന സമയത്തോ BDNS എന്ന് പറയുന്നൊരു പ്രോട്ടീനിൻ്റെ പ്രൊഡക്ഷൻ ഹൈ റേറ്റിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്.
ഇതിനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസ് ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പ്രോട്ടീൻ്റെ പ്രൊഡക്ഷൻ കൂടുന്തോറും നമ്മളുടെ ബോഡിയിലുള്ള മെറ്റബോളിക് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. സെല്ലുലാർ ലെവലിലുള്ള മെറ്റബോളിക് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ഈ മെറ്റബോളിക് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യങ് ആയിരിക്കാനും നല്ല ചുറുചുറുക്കായിട്ടിരിക്കാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഈ ഫിറ്റസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ആൾക്കാരല്ല, ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരും അല്ല, പക്ഷേ ഏറ്റവും നന്നായി ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യുന്ന ആളുകളാണ് ഈ ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർ. സോ ഇഫ് യു വോണ്ട് ടു സർവൈവ്, എംബ്രേസ് ദ ചേഞ്ച്. പുതിയ എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് അതിനെ പഴഞ്ചൻ മൈൻഡ് സെറ്റോട് കൂടി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ ആ മാറ്റത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് നമ്മളുടെ ഉള്ളിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നോക്കുക. ബി ദ ചേഞ്ച്, എംബ്രേസ് ദ ചേഞ്ച്. I will come up with next video. Thanks for watching.